സാറ് സൂചിപ്പിച്ച പോലെ ബികോമും എംകോമും കഴിഞ്ഞ യുവാക്കൾ വീണ്ടും അക്കൗണ്ടിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് നിർബന്ധമാണോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ ബികോമും എംകോമും കഴിഞ്ഞവർ ശരിക്കും ഒരു അക്കൗണ്ടിങ്, കാരണം അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല, തിയറി മാത്രമാണ് അവർക്ക് അറിവുള്ളത്. അപ്പോൾ ഒരു ശരിക്കും പ്രാക്ടിക്കൽ നോളജ് കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനിങ് കോഴ്സ് എടുക്കാനായിട്ട് അവർ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നുണ്ടോ അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂ, ഇപ്പോൾ ഈ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ചില കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് സെൻറ്ററിൽ അവർ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ ബികോമിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ സിലബസ് അനുസരിച്ച് ശരിക്കും അതിൻ്റെ എൻട്രീസും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനം അവർക്ക് ചെയ്യത്തില്ല. പക്ഷെ മറിച്ച് ഈ ട്രെയിനിങ് സെൻറ്ററിൽ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നുവെങ്കിൽ അത് ബെനിഫിഷ്യലായി തീരും. ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഞാനൊരു ട്രെയിനിങ് സെൻറ്റർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് ലെറ്റ് ദം ബി ദ ബിസിനസ് പീപ്പിൾ. അവരായിരിക്കണം ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഓണറാക്കി അവരെ മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അപ്പോൾ അവരെ ബിസിനസ് ഓണറാക്കി മാറ്റുമ്പോൾ ദേ ഷുഡ് ബിക്കം സീരിയസ്. അവർ വളരെ സീരിയസ് ആയി മാറും. അപ്പോൾ അവരുടെ ഫസ്റ്റ് എന്തായിരിക്കും, ആ ബിസിനസ്സിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അതിന് റിലേറ്റഡ് എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കും. അപ്പോൾ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് അവർ മനസ്സിലാക്കും. ആ ഡോക്യുമെന്റ്സ്, അവിടെ നെസസറി ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്താണ്, ആ ഡോക്യുമെന്റ് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനെ എവിടെ ഡെബിറ്റ് ചെയ്യും, എവിടെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളത് അവർ മനസ്സിലാക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ പ്രിലിമിനറി ശരിക്കും അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവരെ ബിസിനസ്സിലേക്ക് എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് അടുത്ത ട്രാൻസാക്ഷൻ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ താങ്കൾ തന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൃത്യമായിട്ടും താങ്കൾ ഓണറാണ്. പക്ഷേ അവിടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കൃത്യമായിട്ടും എന്തുണ്ടായിരിക്കണം, ഫസ്റ്റിലൊരു വൗച്ചർ വേണം. ആ ബിസിനസ്സിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ദർ ഷുഡ് ബി എ റെസിപ്റ്റ് വൗച്ചർ. അവിടെ അപ്പം തന്നെ ഒരു റെസിപ്റ്റ് വൗച്ചർ താങ്കളുടെ പേരിൽ ആ അക്കൗണ്ടൻറ്റ് റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് ആ റെസിപ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യും, അത് എവിടെ ഡെബിറ്റ് ചെയ്യുന്നു, എവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത്. ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ആ കുട്ടി മനസ്സിലാക്കി മാനുവൽ അക്കൗണ്ടിങ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവൻ ചെയ്തു വരുമ്പോൾ അവനെന്താവും, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആവും. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് ഇത് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ ഹീസ് കോൺഫിഡൻറ്റ് ഓഫ് ദ എൻട്രി, വെയർ ടു ഡെബിറ്റ് ആൻഡ് വെയർ ടു ക്രെഡിറ്റ്. ആ എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് അവന് വന്നു കഴിഞ്ഞാൽ അവന് ഏത് എൻട്രിയും കൃത്യമായിട്ടും അവൻ മനസ്സിലാക്കിയാണ് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവൻ വളരെ കോൺഫിഡൻറ്റോടു കൂടിയായിരിക്കും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അവൻ ആ ജോലി അച്ചീവ് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ശരിക്കും ഒരു ഡെഡിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ, ഒരു കമ്പനിയോട് വളരെയധികം ആത്മാർത്ഥതയും ശരിക്കും ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അല്ല അവർ ചെയ്യുന്നത്, ദേ ആർ എൻജോയിങ് ദെയർ വർക്ക്. വർക്ക് ഈസ് വർഷിപ്പ്. നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നല്ല എൻ്റെ കോൺസെപ്റ്റിൽ. ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്ന്. ഹാർഡ് വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ വർക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നു. ഞാൻ എൻജോയ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഞാൻ ഇടുന്ന എൻട്രിക്ക് അനുസരിച്ചുള്ള ആ എൻട്രി ഏതെല്ലാം അക്കൗണ്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ആയി. അപ്പോൾ ആ അക്കൗണ്ടിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, അത് റിലേറ്റഡ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമോ, ഞാൻ ആ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു അക്യുമുലേഷൻ കൊണ്ട് അതിനെ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റുമോ. ഞാൻ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് ഞാൻ ഉണ്ടാക്കി മാനേജ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ അവരെന്നെ അപ്രൈസ് ചെയ്തു.
അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് എന്നെ വീണ്ടും എൻ്റെ വർക്കിൽ എന്നെ വളരെയധികം എൻ്റെ വർക്കിനെ സ്നേഹിക്കുവാനും എനിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനും എന്നെ സഹായിക്കുന്നു. അപ്പം ഞാൻ വളരെയധികം പ്രൊഫഷണലി എന്നാലും മാത്രമല്ല വളരെയധികം എൻ്റെ വർക്കിനോട് വളരെയധികം പാഷനായിട്ടായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വിജയം. ഇനി നമുക്ക് ശരിക്കും അതിൻ്റെ എൻട്രീസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഇത് എൻട്രീസ് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ്, ആ മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വളരെ ഹൈലി കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സോഫ്റ്റ്വെയറിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും നമുക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ.